വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് ദിവസം മുതൽ അടുത്ത മാസം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ദിവസം വരെ കൃത്യമായിട്ട് ഉറങ്ങുന്നതിന് മുൻപ് വെറും 10 മിനിറ്റ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ടിപ്പ് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്നൊരു ഐക്കൺ പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിന്റെ സമയം, എന്തുകൊണ്ട് പീരിയഡ്സിന്റെ സമയം മുതൽക്കേ നമ്മൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതലാണ് നമ്മുടെ എഗ്ഗ് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ എഗ്ഗിന് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സിറ്റുവേഷൻസ് ആണോ ഒരുക്കി കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ എഫക്റ്റ് നമുക്ക് ശരീരത്തിൽ വളരെ വേഗത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഹാംഫുൾ ആയിട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് എഗ്ഗ് ഗ്രോ ആകുന്നതിനും അത് റപ്ചർ ആകുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓവറോൾ നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസിനെ പറ്റിയിട്ടാണ്, ഒരു ബെൻഡിങ് എക്സസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾ ബെഡിലോ യോഗ മാറ്റിലോ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ചേർത്ത് പിടിച്ചിട്ടും മറ്റേ കാല് നീക്കി പിടിച്ചിട്ടുമാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടത്. അതായത് നമ്മൾ ലോട്ടസ് പോസിൽ ഇരിക്കില്ലേ, നമ്മൾ ചമ്രം അടിഞ്ഞിരിക്കില്ലേ, ആ രീതിക്ക് ഒരു കാലം വെക്കുക. അടുത്ത രീതിക്ക് നിങ്ങളുടെ മറ്റേ കാല് നീക്കിയും വെക്കുക. അതിനുശേഷം നമ്മൾ ബെൻഡ് ചെയ്യുക. അതായത് നമ്മളൊന്ന് വളഞ്ഞു പോവാന്ന് പറയില്ല. ഞാൻ ഇവിടെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് വളയാനായിട്ട് നോക്കുക, സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോഴേക്കും ഇതാ ഈ ഒരു സൗണ്ട് നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് റൈറ്റ് ഭാഗത്തേക്ക് നമ്മുടെ അപ്പർ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. കൈയും ഉയർത്തി നമ്മൾ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പഴയ പൊസിഷനിലോട്ട് തന്നെ നമ്മൾ പോവുക. എഗെയിൻ ആ ഒരു എക്സസൈസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നമ്മൾ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ബോഡി റിലാക്സ് ആക്കി കൊണ്ടുവരാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. സീറ്റഡ് ബെൻഡിങ് യോഗ എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ഒരു യോഗ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ഞാനിവിടെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക ആ ബ്രീത്ത്. അതിനുശേഷം റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ കോർ മസിൽസിന് ഒരുപാട് ബെനഫിറ്റ് തരുന്നതാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കോർ മസിൽസ് ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആകുന്നതിനും നമ്മുടെ പെൽവിക്ക്, നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷൻ ഒക്കെ നന്നായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിലോട്ട് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ആക്ടിവിറ്റീസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ആ ഒരു അവയവത്തിന് കിട്ടുന്നതിനും ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. കൃത്യമായിട്ടൊക്കെ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വേണ്ട രീതിക്ക് വിഘടിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നു. ഒപ്പം നമ്മുടെ അബ്ഡോമിൻ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിനും നന്നായിട്ട് സ്ട്രോങ് ആവുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ലോവർ അബ്ഡമൻ പോർഷനിലാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാതെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലാക്സിങ് ആയിട്ടുള്ള വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടന്ന് നമ്മുടെ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ പീരിയഡ്സിലെ സമയത്തൊക്കെ ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് പ്രഗ്നൻസി ആകും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് വരുമ്പോൾ അവർ ഡ്രസ്സായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവർക്ക് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഡേ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രെസ്സിൽ കൂടി അവർ കടന്നു പോകുന്ന ഒരു ടൈം പീരീഡ് ആണ്. എഗ്ഗ് ഗ്രോ ആകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്സിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അത് ഫെർട്ടിലിറ്റി സാരമായിട്ട് തന്നെ ബാധിക്കും. ആ ഒരു സമയത്തെ ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന എഗ്ഗിൻ്റെ ഗ്രോത്തിനെയും ഇത് ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പീരിയഡ്സിൻ്റെ ഡേ മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഉറക്കം നന്നായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നതിനും അത് വേണ്ട ടൈം ഡ്യൂറേഷനിൽ നമുക്ക് ഉറക്കം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങളുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഏതൊക്കെ സമയത്ത് നമുക്കിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് നമുക്ക് പീരിയഡ്സ് ആ ഒരു കിടക്കുന്നതിന് മുൻപുള്ള സമയമാണ്. അതല്ലാതെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസുകളൊക്കെ ഇപ്പോൾ ലെഗ് അപ്പ് ദ വാളും ബട്ടർഫ്ലൈ എക്സസൈസും വീരഭദ്രാസനയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഇതുപോലുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ ഏറ്റവും ആദ്യം ചെയ്ത ഒരാൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ തൈസിൻ്റെ ഭാഗത്തൊക്കെ വേദന ഉണ്ടാവുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെയുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ ബെൻഡിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗം അതുപോലെ നമ്മുടെ ഒരു അപ്പർ ബോഡിയുടെ ആ പോർഷനൊക്കെ അത്രയും അങ്ങോട്ട് സ്ട്രെച്ച് ആകാറില്ല നോർമലി ഒരു സാധാരണ ഒരു സ്ത്രീക്ക്, വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാത്തൊരു സ്ത്രീക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഷുവറാണ് വേദന ഉണ്ടാകും. ആ വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും കൃത്യമായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴേക്കും ആ വേദനയുടെ അളവ് നിങ്ങൾക്ക് നന്നായിട്ട് കുറയും. അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവുകയും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോഡി പ്രിപ്പയർ ആവുകയും ചെയ്യും. അപ്പോൾ 1-2 ദിവസം വേദന വന്നു എന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. പീരിയഡ്സിൻ്റെ സമയത്താണെങ്കിലും ഒരുപാടൊന്നും എഫേർട്ട് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അമിതമായിട്ട് ഭയങ്കരമായിട്ട് രക്തസ്രാവവും അതുപോലെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ഹെവി ആയിട്ട് പെയിൻ ഉള്ള ഒരാൾക്ക് ഈ ഒരു വേദനയും കൂടി ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ മീഡിയം ആയിട്ടൊക്കെ വേദന ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ എഗ്ഗ് നന്നായിട്ട് വളരുന്നതും എൻഡോമെട്രിയം നന്നായിട്ട് ഷെഡായിട്ട് പുറത്തേക്ക് പോകുന്നതിനും പീരിയഡ്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നതിനും അടുത്തൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ഓൾറെഡി ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ബെൻഡ് ചെയ്ത് അതുപോലെ ഒരുപാട് വളഞ്ഞൊന്നും ബെൻഡ് ചെയ്ത് പോകണ്ട. അതായത് ഈ ഒരു എക്സസൈസ് നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും മാറി സൈഡ് മാറി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുമ്പോഴേക്കും ഒരു 3 മിനിറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചുരുക്കുക. പെട്ടെന്ന് ഒരു സൈഡ് ഒന്ന് ബെൻഡ് ചെയ്ത് പോവുക, അപ്പുറത്തെ സൈഡും ബെൻഡ് ചെയ്ത് പോവുക, അങ്ങനെ 2 സൈഡും 2 തവണ ചെയ്തിട്ട് നിങ്ങൾ നിർത്തുക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും 2 സൈഡും 3 തവണ വെച്ച് നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ ദിവസം ചെയ്യുമ്പോൾ 2 സൈഡും 4 പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ട് നിർത്തുക കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഈ ഒരു എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. അതോടൊപ്പം എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എഗ്ഗ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്കിയുള്ള ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.